Hello everyone. From the previous class, we discussed about the retina and the photoreceptors. Okay, so today we are going to discuss about the chemistry of vision. So what do you mean by the chemistry of vision? എങ്ങനെയാണ് വിഷൻ എന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് പോസിബിൾ ആകുന്നത്? സോ അതിൻ്റെ ബേക്കിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ആ കെമിസ്ട്രി എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾ ആർ യു റെഡി? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 types സെൽസ് പ്രസൻ്റ് ആണ് ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ, അല്ലേ? വാട്ട് ആർ ദ 2 types ഓഫ് സെൽസ്? യെസ്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. ഈ റോഡ് സെല്ലും ലൈക്ക് കോൺ സെൽസും എവിടെ നിന്നിട്ടാണ്? അവരിലൊരു പിഗ്മെൻറ്റ് കണ്ടെയ്നുണ്ട്. യെസ്, റോഡ് സെല്ലിലുള്ള പിഗ്മെൻറ്റ് റോഡോപ്സിൻ ആൻഡ് കോൺ സെല്ലിലുള്ള പിഗ്മെൻ്റ് ആണ് ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ. സോ പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ how are impulses formed in photoreceptors to make vision possible? എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ഇമ്പൾസ് ഫോം ചെയ്തിട്ട് വിഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 types പിഗ്മെൻറ്റ്. വൺ ഈസ് റോഡോപ്സിൻ. റോഡോപ്സിൻ ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. റോഡോപ്സിൻ എന്ന പിഗ്മെൻറ്റ് റെറ്റിനൽ ആൻഡ് ഓപ്സിൻ, അങ്ങനെ 2 types ആകുന്നുണ്ട്. അതായത് ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. അതായത് റോഡോപ്സിൻ പിഗ്മെൻറ്റ് എന്താണ് ഫോം ചെയ്തിട്ടുള്ളത്? ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള റെറ്റിനൽ ആൻഡ് ഓപ്സിനിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലൈക്ക് റോഡോപ്സിൻ പോലെ തന്നെ ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിനും പ്രസൻസ് ഓഫ് ലൈറ്റിൽ എന്തായി മാറുന്നുണ്ട്? ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. റെറ്റിനൽ ആൻഡ് ഓപ്സിൻ. ഓക്കെ, സോ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് the pigments present in photoreceptors dissociate. So ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പിഗ്മെൻറ്റ്സ് എന്താകുന്നുണ്ട്? ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇൻടു റെറ്റിനൽ ആൻഡ് ഓപ്സിൻ. These chemical changes leads to the formation of impulses. So ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് യെസ്, ഒരു കെമിക്കൽ ചേഞ്ചസ് അവിടെ നടന്നു. സോ ഈ കെമിക്കൽ ചേഞ്ചസ് it forms the impulses. Okay, those impulses are transmitted to the cerebrum. So ഈ ഇമ്പൾസസ് സെറിബ്രത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ത്രൂ ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലോട്ട് ഈ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വി എക്സ്പീരിയൻസ് ദ ഫീലിംഗ് ഓഫ് വിഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വിഷൻ നമുക്ക് പോസിബിൾ ആകുന്നത്. സോ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്യും. സോ ഇമ്പൾസ് ഫോം ചെയ്യും. ഒപ്റ്റിക് നെർവ്സ് അത് സെറിബ്രത്തിലോട്ട് എത്തിച്ചിട്ടാണ് വിഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, സോ അവിടെ 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദി വിഷ്വൽ പിഗ്മെൻറ്റ്, formation of impulses in photoreceptors and sense of sight. So write down the 3 indicators answers. ഓക്കെ, നോട്ട്ബുക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എഴുതുക ആൻഡ് ഓരോന്നിൻ്റെ ആൻസർ അതിൻ്റെ താഴെയായിട്ട് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദി സെൻസ് ഓഫ് സൈറ്റ് ഗിവൺ ബിലോ. അതായത് നമ്മുടെ സൈറ്റിൻ്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടേക്കാണ് ലൈറ്റ് ഫസ്റ്റ് എവിടെയാണ് എത്തുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് റീച്ചസ് ദി റെറ്റിന. റെറ്റിനയിൽ നിന്ന് ദെൻ ഇറ്റ് reaches the aqueous humor, then pupil, then lens, retina, receptor, impulse, optic nerve,
cerebrum, sense of sight. Okay, cornea അല്ല, ഫസ്റ്റ് റെറ്റിന അല്ല, കോർണിയ ആണ് കേട്ടോ. ഓക്കെ, സോ ലൈറ്റ്, ഫസ്റ്റ് ലൈറ്റ് എത്തുന്നത് നമ്മുടെ ഐൻ്റെ ഫ്രണ്ട് പോർഷനായിട്ടുള്ള കോർണിയയിൽ. ദെൻ ഇറ്റ് ട്രാൻസ്ഫർ ടു ദി aqueous humor, then pupil, lens, retina, റിസപ്റ്റർ. റെറ്റിനയിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ്, സോ റിസപ്റ്റേഴ്സിലാക്കും. ദെൻ റിസപ്റ്റേഴ്സിലെത്തിയാൽ ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസ് ഫോം ചെയ്താൽ ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലെത്തും. സോ വി ക്യാൻ എക്സ്പീരിയൻസ് ദി സെൻസ് ഓഫ് സൈറ്റ്. ഓക്കെ, സോ ഈ ഫ്ലോ ചാർട്ടും നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബൈനോക്കുലർ വിഷൻ. വാട്ട് യു മീൻ ബൈ ബൈനോക്കുലർ വിഷൻ? Okay, the image from two sides of the same object are formed in the left and right eye. Is it? Yes. അതായത് നമ്മളൊരു ഇമേജിനെ കാണുമ്പോൾ നമ്മുടെ ബോത്ത് ഐസിൽ നിന്നും ആണ് നമുക്ക് കാണുന്നത്. അല്ലാതെ നമ്മളൊരൊറ്റ ഐ കൊണ്ടാണോ ഒരു ഇമേജിനെ കാണുന്നത്? നോ, വി ക്യാൻ സീ ഫ്രം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബോത്ത് ഐസ്. നമ്മൾ രണ്ട് ഐസ് കൊണ്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്. വെൻ those two images combine as a result of the activities of the brain. So ഈ രണ്ട് കണ്ണിലൂടെയും കാണുന്ന ടു ഇമേജ് കമ്പൈൻ ചെയ്യും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടി ഇത് കമ്പൈൻ ചെയ്യും ആൻഡ് ഫോം എ 3-dimensional ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. അങ്ങനെ ഒരു 3D ഇമേജാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, കാണാൻ പറ്റുന്നത്. സോ നമ്മൾ കാണുന്ന എന്ത് ഒബ്ജക്റ്റിൻ്റെയും ഇമേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ 3D അല്ലെങ്കിൽ 3-dimensional വ്യൂ ആണ്. സോ ദാറ്റ്സ് കോൾഡ് ബൈനോക്കുലർ വിഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദി ഐ ഈസ് ദ ഐ ഡിസീസസ് ആൻഡ് ഡിഫക്ട്സ്. സോ നമ്മൾ ഏതൊരു പാർട്സിനെ കുറിച്ച് പഠിക്കണം. ഫസ്റ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ സ്ട്രക്ചേഴ്സ്, ഫങ്ഷൻസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വി ഗോട്ട് സ്റ്റഡിഡ് അബൌട്ട് ദ ഡിഫക്ട്സ് ആൻഡ് ഡിസീസ്. So now we are going to discuss about the eye defects and disease. Here let us familiarize ourselves with a few more eye defects and disease. First of all, night blindness, xerophthalmia, color blindness, glaucoma, cataract and conjunctivities. So here those are the main diseases or defects that affect our eyes. Okay, first of all, night blindness. What do you mean by night blindness? Yes, you have studied that the retina. എല്ലാവരും retina എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? A part of the visual pigment is derived from vitamin A. അത് എന്താണ്? ആ ഒരു വിഷ്വൽ പിഗ്മെൻ്റ് ആണ് which is derived from the vitamin A. The deficiency of vitamin A result in the low production of retinal. So vitamin A ൻ്റെ deficiency which leads to the low production of retinal. So this in turn prevents the resynthesis of rhodopsin. So retinalൻ്റെ vitamin A പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അവിടെ റോഡോപ്സിൻ എന്നതിൻ്റെ റീസിന്തസിസ് പ്രിവെൻറ്റ് ചെയ്യും. ദിസ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻസിൽ ഒബ്ജക്റ്റ് ക്യാൻ നോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. സോ ഡിം ലൈറ്റിൽ നമുക്ക് ഒബ്ജക്റ്റിനെ cannot be seen clearly നമുക്ക് കാണാൻ പറ്റത്തില്ല. So this condition is called night blindness. So night blindness which means vitamin A ൻ്റെ deficiency, അതായത് low production of retinal ആവും. So rhodopsinൻ്റെ resynthesis അവിടെ പ്രിവെൻറ്റ് ചെയ്യും. So dim ലൈറ്റിൽ എന്താണ് നമുക്ക് ഒബ്ജക്റ്റിനെ ക്ലിയർലി കാണാൻ പറ്റത്തില്ല. That's night blindness. Okay, next one is xerophthalmia. If there is a prolonged deficiency of vitamin A, vitamin A ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ കൺജക്റ്റീവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്ക്. സോ നമ്മുടെ ഐസിലുള്ള കൺജക്റ്റീവ ആൻഡ് കോർണിയൊക്കെ ഡ്രൈ ആൻഡ് ഒപ്പാക്ക് ആവും. സോ ആ ഒരു കണ്ടീഷന് വിളിക്കുന്ന പേരാണ് xerophthalmia. ദിസ് ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. സോ xerophthalmia സിവിയർ ഒരു സ്റ്റേജിലെത്തിയാൽ അതൊരു ബ്ലൈൻഡ്നെസ് ലേക്ക് പോകും. ഓക്കെ, then the next one is color blindness. You are aware that the retina containing cone cells which can detect red, green, blue colors.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെൽസിലുള്ള റെറ്റിനയിൽ ഗ്രീൻ റെഡ് ബ്ലൂ കളേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. സം പേഴ്സൺസ് cannot distinguish green and red colors due to the defect of corn cells. So ചിലവരുടെ ആയിട്ടുള്ള കോൺ സെൽസിൻ്റെ ഡിഫക്റ്റ് കാരണം they cannot distinguish the three primary colors. കോൺ സെൽസ് ഡിഫക്റ്റ് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രൈമറി കളേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. സോ ആ ഒരു കണ്ടീഷന് വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ്. സോ ക്യാൻ യു ഗസ് വൈ പേഴ്സൺസ് വിത്ത് കളർ ബ്ലൈൻഡ്നെസ് ആർ നോട്ട് സെലക്റ്റഡ് ഫോർ മിലിറ്ററി ഓർ ഫോർ ജോബ്സ് ലൈക്ക് ദി ഡ്രൈവർ, പൈലറ്റ് എക്സെട്ര? യെസ്, കാരണം എന്താണ്, അവർക്ക് പ്രൈമറി കളേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ജോബിനൊന്നും അവരെ സെലക്ട് ചെയ്യത്തില്ല. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോക്കോമ. അക്യൂസ് ഹ്യൂമർ ഈസ് ദ ഫ്ലൂയിഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദി ഐ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്യൂസ് ഹ്യൂമർ ആണ് നമ്മുടെ ഐസിലെ ടിഷ്യൂസിനെ നറിഷസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഓൾറെഡി സേസ് ദാറ്റ് ദ അക്യൂസ് ഹ്യൂമർ അബ്സോർബ് ആൻഡ് റീഅബ്സോർബ് ഇൻ ടു ദി ബ്ലഡ്. അപ്പോൾ റീഅബ്സോർപ്ഷൻ ഡസ് നോട്ട് ഒക്കർ, ഇറ്റ് കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി പ്രഷർ ഇൻസൈഡ് ദ. സോ റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ യെസ് ഐസിൽ പ്രഷറിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് കോസ് ഡാമേജ് ടു ദി റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. സോ അവിടെ ആ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ദ റോഡ് സെൽസിനും ഫോട്ടോ റിസെപ്റ്റർ സെൽസിനും റെറ്റിനക്കും ഡാമേജ് ഉണ്ടാകും. ആൻഡ് ദിസ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. സോ അവിടെ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. ദിസ് ഡിഫക്റ്റ് ഈസ് കാൾഡ് ഗ്ലോക്കോമ. സോ കോൺ സെൽസിൽ അക്യൂസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാത്ത ടൈമിൽ എന്താണ് ആ റെറ്റിനൽ ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസിന് ഡാമേജ് സംഭവിക്കും. ആൻഡ് ദിസ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് ആൻഡ് ദിസ് ഡിഫക്റ്റ് ഈസ് കാൾഡ് ഗ്ലോക്കോമ. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ത്രൂ ലേസർ സർജറി we can rectify this defect. Okay, then the next one is cataract, otherwise called തിമിരം. Okay, it is a condition in which the lens of the eye become opaque resulting in blindness. ഇത് ലെൻസ് ഓഫ് ഐസിൻ്റെ ലെൻസിനെ എഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഡിസീസ് ആണ് കാറ്ററാക്റ്റ്. ആൻഡ് ദ ലെൻസ് ബിക്കം ഒപ്പാക്ക്. അതെന്താണ് ഒപ്പാക്ക് ആവും. സോ ഇറ്റ് റിസൾട്ടിങ് ബ്ലൈൻഡ്നെസ്. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിംഗ് ദി ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. സോ through surgery we can rectified by replacing the lens with an artificial one. So നമുക്ക് ഈ ലെൻസ് മാറ്റിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി വഴി നമുക്ക് ഈ ഡിസീസിനെ ഒന്ന് പരിമിതപ്പെടുത്താം. ഓക്കെ, then the next one is conjunctivities. This is an infection of the conjunctiva. നമ്മുടെ കൺജക്റ്റിവക്ക് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് വിളിക്കുന്ന പേരാണ് കൺജക്റ്റിവൈറ്റിസ് ഓർ ചെങ്കണ്ണ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. ആൻഡ് ദ കോസേറ്റീവ് ഓർഗാനിസംസ് മേ ബി ബാക്ടീരിയ ഓർ വൈറസ്. ഔട്ടർ പാർട്ടിക്കിൾസ് നിന്ന് വരുന്ന ബാക്ടീരിയ വൈറസ് ആണ് കൺജക്റ്റിവിറ്റീസിൻ്റെ ഒരു ഡിസീസിങ് ഓർഗൻ എന്ന് പറയുക. അതായത് ആ ഒരു രോഗം പരത്തുന്ന ആള്. And the disease is transmitted through contact and can be prevented by maintaining personal hygiene. നമുക്കറിയാം ചെങ്കണ്ണ് ത്രൂ കോണ്ടാക്ട് കണ്ണിലുള്ള ഫ്ലൂയിഡ്സ് തട്ടിയാൽ അത് എന്താണ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ഓഫ് കോഴ്സ് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ത്രൂ കോണ്ടാക്റ്റ് വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ അവോയ്ഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. ഓരോരുത്തർ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മെയിൻ ഡിസീസസ് ഓർ ഡിഫെക്ട് ദാറ്റ് എഫക്റ്റ് അവർ ഐസ്. So the work for is you that is write the names of each diseases and also write a short paragraph on the each diseases. Okay, ഏതൊക്കെയാണ് ഡിസീസ് എന്ന് എഴുതുക. ആൻഡ് ഒരു പാരഗ്രാഫ് ഒരു എന്താണ് റീസൺ ആൻഡ് ഏതിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും എഴുതുക. ഓക്കെ,
ആൻഡ് ദ നെക്സ്റ്റ് വേറൊരു അനദർ ഡിസീസാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. നമ്മുടെ ഐനെ മോസ്റ്റ് റീസെൻ്റ്ലി ഇപ്പോൾ പ്രത്യേകിച്ചും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം? യെസ്, ഓഫ് കോഴ്സ് ആ ഒരു ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൈ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഫോൺസ് എക്സെട്ര. The problem of the eyes caused by the excessive use of cell phone, computer, tablet, etc. is called computer vision syndrome. So excessive use, computer, laptop, mobile phones inde excessive use കൊണ്ടുണ്ടാകുന്ന ഒരു syndrome ആണ് computer vision syndrome. And the continuous use of such devices affect the ability of the eye to focus. നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഈ ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ഫോണിലാണെങ്കിലും അത്ര പെർഫെക്റ്റ്ലി ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ ഐസിൻ്റെ ഫോക്കസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഹെഡ് ഏക്ക് ഈസ് ദി മേജർ സിംറ്റം. ഡ്രൈയിങ് ഓഫ് ദി ഐ, ഹൈ പ്രഷർ ഇൻ ദി ഐ എക്സെട്ര ആർ ദി അതർ സിംറ്റംസ്. ഹെഡ് ഏക്ക് ആണ് മെയിനായിട്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന ഡിസീസിൻ്റെ ഒരു ഫസ്റ്റ് സിംറ്റം. ദാറ്റ് ഈസ് ഹെഡ് ഏക്ക്. ഓക്കെ, സോ നമ്മൾ 6 or 7 ടൈപ്സ് ഡിസീസസിന് ഒരു ഡിഫക്റ്റിനെ പരിചയപ്പെട്ടു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐ. ഹൗ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഐസ്. ഓക്കെ, സോ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഡിസ്കസ് ഓൺ ദി ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. So here there are 2 indicators are given. One is food materials rich in vitamin A and health of the eye. So ഏതൊക്കെയാണ് വൈറ്റമിൻ എയും അതേപോലെ തന്നെ അതിൻ്റെ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്യാം. And the second one is excessive use of mobile, computer, etc. and health of the eye. So mobiles, computer അതിൻ്റെ എക്സസീവ് യൂസ് കൊണ്ട് നമ്മുടെ ഐസിൻ്റെ ഹെൽത്തിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും. സോ അതും കൂടി എഴുതാം. ഓക്കെ, സോ may your eye see this world even after death. Eye donation, life donation. Observe the posture. ഒരു പോസ്റ്റർ അവിടെ കണ്ടല്ലോ. Yes. Prepare a presentation on the procedure of eye donation by collecting data and present it in the class. So the classൽ പ്രസൻറ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പ്രസൻറ്റേഷൻ പോലെ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫ് ചെയ്ത് നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ ആൻഡ് ഹൈ ഡൊണേഷനെ കുറിച്ചിട്ട് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഏജ് തൊട്ട് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു ഐ ഡൊണേഷനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു 4 to 5 പോയിൻറ്റ്സ് എഴുതുക. സോ ഫസ്റ്റ് വർക്ക്സ് തന്നിട്ടുള്ളത് ഏതെന്ന് വെച്ചാൽ കെമിസ്ട്രി ഓഫ് വിഷൻസിൽ 3 ഇൻഡിക്കേറ്റേഴ്സിന് ആൻസർ ചെയ്യുക ആൻഡ് സയൻസ് ഓഫ് സൈറ്റിൻ്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കുക. ദെൻ ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസിനെ കുറിച്ച് പാരഗ്രാഫ് എഴുതുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഐ, how to protect eye also, and the final is eye donation, life donation. eye donation kurichittu ezhuda. So here there are the works. So that's about our first class. If you have any doubts, please call me. Thank you.